ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണോ അതോ ഡിസ്കൗണ്ട് പ്രൈസിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ പൊതുവെ ആശ്രയിക്കുന്ന ഒരു റേഷ്യോ ആണ് PE റേഷ്യോ. എന്നാൽ നമുക്കറിയാം പല സ്റ്റോക്കുകളും വർഷങ്ങളോളം ഹൈ PEയിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകൾ ഒരു ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്ന നിഗമനത്തിലെത്താൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെയാണ് PEG റേഷ്യോ അഥവാ പെഗ് റേഷ്യോ പ്രസക്തമാകുന്നത്. ഇപ്പം നിലവിലുള്ള സ്റ്റോക്കിന്റെ PE റേഷ്യോയെ അതിന്റെ ഫ്യൂച്ചർ ഗ്രോത്തുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ പെഗ് റേഷ്യോ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു പെഗ് റേഷ്യോ എന്ന് പറയുന്നത് പ്രസിദ്ധനായിട്ടുള്ള US ഇൻവെസ്റ്ററായ പീറ്റർ ലിഞ്ച് അദ്ദേഹത്തിന്റെ വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകത്തിലാണ് ഈ ഒരു പെഗ് റേഷ്യോ ആദ്യമായി പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെഗ് റേഷ്യോ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിന്റെ PE റേഷ്യോ 40 ആണെന്ന് കരുതുക, അതിന്റെ ഏർണിങ്സ് ഗ്രോത്ത് ഫ്യൂച്ചറിൽ 40 ആണെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ PEG റേഷ്യോ 1 ആണ്. അപ്പോൾ 1 എന്നുള്ള ഒരു PEG റേഷ്യോ ആണെങ്കിൽ അത് ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള വാല്യുവേഷനിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തുക. എന്നാൽ PE റേഷ്യോ 40ഉം ഗ്രോത്ത് 25 ആണെങ്കിൽ അവിടേക്ക് 1.5 എന്നുള്ള ഒരു PEG റേഷ്യോ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഓവർ വാല്യൂഡ് സോണിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചില ഘട്ടങ്ങളിൽ PE റേഷ്യോ 40ഉം എന്നാൽ ഗ്രോത്ത് PE റേഷ്യോനേക്കാൾ കൂടുതൽ ഏകദേശം 60ൽ കൂടുതലും കാണുകയാണെങ്കിൽ അതിന്റെ PEG റേഷ്യോ ചിലപ്പോൾ 0.5 എന്നുള്ള ലെവലായിരിക്കും. അത് ഒന്നിനേക്കാൾ വളരെ താഴെയാണ്. അതുകൊണ്ട് ആ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ബൈങ് സിഗ്നൽ നൽകുന്നു എന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം PEG റേഷ്യോ ആ റേഷ്യോ മാത്രം എടുത്തുകൊണ്ട് നമുക്കൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ ഫ്യൂച്ചർ ഗ്രോത്തിന്റെ ഒരു എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നല്ല ഗ്രോത്ത് കാണിച്ചു എന്ന് കരുതി നെക്സ്റ്റ് ക്വാർട്ടറിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോ അതേ ഗ്രോത്ത് കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും PEG റേഷ്യോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റോക്കിന്റെ വാല്യുവേഷൻ കണ്ടെത്താനാവില്ല. അപ്പോൾ ആ സ്റ്റോക്കിന്റെ ഡെറ്റ് ലെവൽ എങ്ങനെയാണ്, അതുപോലെ അതിന്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, അതിന്റെ മാനേജ്മെന്റ് ക്വാളിറ്റി എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് PEG റേഷ്യോ വെച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൂടാതെ ബ്രോഡർ മാർക്കറ്റ് കണ്ടീഷനും ആ സെക്ടറിലുള്ള മറ്റ് ഹെഡ്വിൻസും ടെയിൽവിൻസും ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ വേറെ തന്നെ കൂടുതൽ അനാലിസിസ് നടത്തേണ്ടി വരും. എങ്കിലും വാല്യുവേഷൻ കണക്കാക്കാൻ നമുക്ക് പെഗ് റേഷ്യോ സഹായമാകുന്ന ഒരു റേഷ്യോ തന്നെയാണ്. ഇത് കൂടാതെ ചില സ്റ്റോക്കുകൾ അതായത് അതിൽ സെല്ലിംഗ് നടത്തേണ്ട മാക്സിമം സെല്ലിംഗ് നടന്നു കഴിഞ്ഞു, ഇനിയൊരു തിരിച്ചുവരവാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അതിന്റെ ബോട്ടം എത്തി എന്നൊക്കെ നമുക്കൊരു സിഗ്നൽ തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. എന്നാൽ ഇതും 100% ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ വെച്ചാണ് RSI കണക്കാക്കുന്നത്. അപ്പോൾ റിയൽ ടൈം മാർക്കറ്റ് കണ്ടീഷനിൽ അത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരണമെന്നില്ല. എങ്കിലും ഒരു 60 to 70% ആക്യുറസി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പൊതുവെ RSI 30ൽ താഴെ എത്തിക്കഴിഞ്ഞാലാണ് അത് ഓവർ സോൾഡ് സോൺ എന്ന് പറയുന്നത്. 70ന് മുകളിൽ പോകുമ്പോൾ നമ്മൾ ഓവർ ബോട്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ PEG റേഷ്യോ 1ൽ താഴെ നിൽക്കുകയും അതേസമയം RSI 30-നടുത്ത് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ കൂടുതലായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഉള്ള ചില ഇൻഫർമേഷൻ പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബീവറേജസ് ആണ്. നമുക്കറിയാം വരുൺ ബീവറേജസ് പെപ്സിയുടെ ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രാഞ്ചൈസിയാണ്. ഇതിന്റെ ഡെറ്റ് ലെവൽ ഇപ്പോൾ 0.12 ആണ്. വലിയ ഡെറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാം. സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഡബിൾ ഡിജിറ്റിൽ നമുക്ക് കാണാൻ പറ്റും. PEG റേഷ്യോ 0.95 ആണ്, 1ൽ താഴെയാണ്. RSI 31.9, അതായത് ആ ഒരു ഓവർ സോൾഡ് സോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് താഴത്തേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് GST കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ. അവിടെ കാർബണേറ്റഡ് ബീവറേജസിനും അതുപോലെ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സിനും ഒക്കെ 40% ഒരു ടാക്സ് ഇൻക്രീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കൊക്കക്കോലയുമായിട്ടും കാമ്പക്കോലയുമായിട്ടൊക്കെ ശക്തമായ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പെപ്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ടാക്സ് ഹൈക്കാണ്. എന്നാൽ ഇത് എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകൾക്കും ബാധകമാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെപ്സിയുടെ ഈ ഒരു ബ്രാൻഡിൽ ഇതൊരു ലോകോത്തര ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് പ്രസൻസ് അത്ര പെട്ടെന്ന് എടുത്തു കളയാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു വ്യൂ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ വരുൺ ബീവറേജസിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മാക്സിമം ഡിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഗുണം ചെയ്യുക. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കാണുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ സെഗ്മെന്റിലുള്ള കമ്പനിയാണ് ഇന്ത്യൻ ഹോട്ടൽസ് ലിമിറ്റഡ്. ഇതിന്റെ ഡെറ്റ് ലെവൽ 0.28 എന്നുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഡബിൾ ഡിജിറ്റിലാണെന്ന് കാണാൻ കഴിയും. PEG റേഷ്യോ ഇപ്പോൾ 0.62 എന്ന പെർസെൻറ്റേജ് ആണ്.
RSI 34.5 ആണ്. ഓവർ സോൾഡ് സോണിലേക്ക് ഈ സ്റ്റോക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം പല ലീഡിംഗ് ആയിട്ടുള്ള ടാറ്റ സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്തപ്പോൾ നന്നായി പെർഫോം ചെയ്ത ഒരു ടാറ്റ സ്റ്റോക്കാണ് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി. അപ്പോൾ കഴിഞ്ഞ ഒരു 13 ക്വാർട്ടറിലുള്ള ഇതിൻ്റെ ഒരു ബിസിനസ് ഗ്രോത്ത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 30,000-ഓളം ഹോട്ടൽ റൂംസും അതുപോലെ തന്നെ 50-ലധികം മാനേജ്ഡ് കോൺട്രാക്റ്റുകളുമുള്ള, അതായത് ഫ്രാഞ്ചൈസി മോഡൽ അല്ലെങ്കിൽ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള മോഡൽ ബിസിനസ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഡെറ്റ് വെൽ അണ്ടർ കൺട്രോളാണ്. അപ്പോൾ വാല്യുവേഷൻ ഹൈ ആയത് കാരണമാണ് ശക്തമായ ഒരു സെല്ലിംഗ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് കാണുന്നത് സുസ്ലോൺ എനർജിയാണ്. റിന്യൂവബിൾ സെഗ്മെന്റിലുള്ള ഈ ഒരു സ്റ്റോക്ക് വിൻഡ് ടർബൈൻ ജനറേറ്ററുമായി ബന്ധപ്പെട്ട് അതിന്റെ മാനുഫാക്ചറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് സുസ്ലോൺ. ഇതിന്റെ ഡെറ്റ് ലെവൽ ഇപ്പോൾ 0.05 എന്നുള്ള വളരെയധികം സീറോ ഡെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സെയിൽസ് ഗ്രോത്ത് 66% കാണാൻ പറ്റും. 127% പ്രോഫിറ്റ് ഗ്രോത്ത് കാണാം. ഇതിന്റെ PEG 0.18 ആണ്. RSI 34.3. ഇതും ഓവർ സോൾഡ് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുസ്ലോൺ എനർജിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വളരെയധികം അണ്ടർ പെർഫോമിങ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അതൊരു ടേൺ അറൗണ്ട് സ്റ്റോക്കായിട്ട് മാറിയിരുന്നു. കാരണം അവർ ഡെറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രൊമോട്ടർ സ്റ്റേക്കുകൾ ധാരാളമായി വിറ്റയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു സീറോ ഡെറ്റ് കമ്പനിയെ മാറിയിട്ടുള്ളത്. നിലവിൽ ലാർജ് ഓർഡർ ബുക്കുള്ള ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സപ്പോർട്ട് ഒരു നിർണായക ഘടകമാണ്. അപ്പോൾ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഡിലേ ചെയ്യുകയാണെങ്കിൽ അത് ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. എങ്കിൽ പോലും റിന്യൂവബിൾ സെക്ടർ വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു ഫ്യൂച്ചർ സെഗ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ സ്റ്റോക്ക് നിർണായകമായ ഒരു സ്ഥാനമാണ് ആ ഒരു മേഖലയിലുള്ളത്. അടുത്തൊരു സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. പല കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്റ്റുകളും എയർ കണ്ടീഷണേഴ്സ്, കൂളേഴ്സ്, കമ്പോണൻസ് ഒക്കെ നിർമ്മിക്കുന്ന ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറാണ്. അതുകൂടാതെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ കൂടിയാണ്. പല കമ്പനികൾക്കുമായിട്ട് ഇപ്പോൾ ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക്കായിട്ട് 50-ലധികം കമ്പനികളുടെ പ്ലാസ്റ്റിക് ഇഞ്ചക്ഷനും മോൾഡിങ്ങും ചെയ്തുകൊണ്ട് സപ്പോർട്ട് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് PG ഇലക്ട്രോപ്ലാസ്റ്റ്. ഇതിന്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇപ്പോൾ 0.14 ആണ്. സെയിൽസ് ഗ്രോത്ത് 49%, പ്രോഫിറ്റ് ഗ്രോത്ത് 46%. PEG റേഷ്യോ ഇപ്പോൾ 0.54 ആണ്. RSI ഓവർ സോൾഡ് സോണിലാണ്. 30%-ലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു അണ്ടർ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ലൊരു R&D കപ്പാസിറ്റി എൻഹാൻസ്മെൻ്റ് ഉള്ള ഒരു കമ്പനി എന്നുള്ള നിലക്കും പുതിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വഴി പുതിയ പ്ലാന്റുകളും അതുപോലെ നിലവിലുള്ള ഫെസിലിറ്റികൾ എക്സ്പാൻഡ് ചെയ്യാനുമുള്ള ശ്രമങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്കിന് ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് BLS ഇന്റർനാഷണൽ സർവീസ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഇവരുടെ ഒരു ഡൈവേഴ്സിഫൈഡ് റേഞ്ച് ഓഫ് സർവീസിൽ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് വിസ ആപ്ലിക്കേഷൻ ഔട്ട്സോഴ്സിംഗ് ആണ്. അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഡെറ്റ് ഇപ്പോൾ 0.21 എന്നുള്ള ഒരു ലെവലിലാണ്. സെയിൽസ് ഗ്രോത്ത് 35% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് 57%, PEG റേഷ്യോ 0.37, RSI 28 എന്നുള്ള ലെവലിൽ ഓവർ സോൾഡ് സോണിലാണുള്ളത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ FIAസിൻ്റെ ശക്തമായ സെല്ലിംഗ് ആണ് ഇതിപ്പോൾ താഴത്തേക്ക് വരാൻ കാരണം. ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അവിടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വാച്ചിൽ ഷെയർഡ് ആവുന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് പവർമെക് പ്രൊജക്ട്സ് ആണ്. ഇതൊരു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കമ്പനിയാണ്. ഓപ്പറേഷൻ മെയിൻ്റനൻസിലും സിവിൽ വർക്കിലുമുള്ള ഈ ഒരു കമ്പനി പ്രത്യേകിച്ച് മെഗാ ക്രിട്ടിക്കൽ പവർ പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.34, സെയിൽസ് ഗ്രോത്ത് 26%, പ്രോഫിറ്റ് ഗ്രോത്ത് 23%, PEG റേഷ്യോ 0.84, RSI 28 എന്നുള്ള ഓവർ സോൾഡ് സോണിലുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഡിക്ലൈൻ ആണ് ഈ സ്റ്റോക്കിൽ ഒരു അണ്ടർ പെർഫോമൻസ് കാണുന്നത്. അപ്പോൾ നല്ലൊരു ഓർഡർ ബുക്ക് പ്രത്യേകിച്ച് മൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻ്റെ ലൈസൻസ് ഒക്കെയുള്ള ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകൾക്ക് IT സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റി പോലെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.02 ആണ്. സെയിൽസ് ഗ്രോത്ത് 31%, പ്രോഫിറ്റ് ഗ്രോത്ത് 27%, PEG റേഷ്യോ 0.86, RSI 32 എന്ന ലെവലുമാണ്. ഇപ്പോൾ ഓവർ സോൾഡ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണിത്. അപ്പോൾ നിലവിൽ IT സെഗ്മെൻറ്റിലുള്ള ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിനെയും ബാധിച്ചായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ റവന്യൂ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് 57% ഇവരുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് 34%, മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് മേഖലയിൽ നിന്ന് 22%. USA നിന്നുള്ള ഇവരുടെ വരുമാനം 7%. അപ്പോൾ USA നിന്നുള്ള വരുമാനം ഇവരുടെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നിലവിലെ IT സെക്ടറിലും നേരിടുന്ന ആ ഒരു വെല്ലുവിളി വലിയ തോതിൽ ഈ സ്റ്റോക്കിന് ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഫൈനലായിട്ട് നമ്മൾ കാണുന്ന സ്റ്റോക്ക് ബൻസാൽ വയർ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ വെറൈറ്റി ഓഫ് വയേഴ്സ് സെല് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഇപ്പോൾ സ്റ്റീൽ വയർ മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യയിൽ
സെക്കൻഡ് പൊസിഷനിലുള്ള ഒരു കമ്പനി കൂടിയാണിത്. ഇതിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.48ഉം സെയിൽസ് ഗ്രോത്ത് 32%, പ്രോഫിറ്റ് ഗ്രോത്ത് 81%. PEG റേഷ്യോ 0.95 ആണ്. RSI 33 എന്ന ലെവലിലാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഒരു അണ്ടർ പെർഫോമൻസ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ലോങ് ടേം ഗ്രോത്ത് ഔട്ട്ലുക്ക് അത്ര സ്ട്രോങ് അല്ല. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ഇതിൽ ഡിക്ലൈൻ ആയതായിട്ടും കാണാം. അപ്പോൾ ഇവർ പോളിക്യാബ്, KEI പോലെയുള്ള ബിഗ് പ്ലെയേഴ്സുമായിട്ടുള്ള വലിയ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. കൂടാതെ ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഒരു ലോങ് ടേമിൽ ബൈ ആൻഡ് ഫോർഗെറ്റ് എന്നുള്ള സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കല്ല. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് ആവശ്യമുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓവർ സോൾഡ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചില സ്റ്റോക്കുകളും അതുപോലെ അതിൻ്റെ PEG റേഷ്യോ കംഫർട്ടബിൾ ലെവലിലും കാണുന്ന സ്റ്റോക്കുകളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി കണ്ടുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.